രണ്ട് ഏകകേന്ദ്ര വൃത്തങ്ങളുടെ ആരങ്ങൾ 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ. അവയ്ക്കിടയിലുള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണം എത്ര? പൈൻ്റെ വില തന്നിട്ടുണ്ട് 22/7. ഏകകേന്ദ്ര വൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശ രൂപം എന്താണ്? അതായത് ഒരേ കേന്ദ്രമായിട്ടുള്ള രണ്ട് വൃത്തങ്ങൾ. ഇത് വൃത്തത്തിൻ്റെ കേന്ദ്രം എന്താണെങ്കിൽ ഇത് ചെറിയ ആരമുള്ള വൃത്തം, ഇത് വലിയ ആരമുള്ള വൃത്തം. ഇതിനെയാണ് കോൺസെൻട്രിക് സർക്കിൾസ് അഥവാ ഏകകേന്ദ്ര വൃത്തങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഇതിൽ ആരങ്ങൾ 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ചെറിയ വൃത്തത്തിൻ്റെ ആരം 4 സെൻറ്റിമീറ്ററും വലിയ വൃത്തത്തിൻ്റെ ആരം 6 സെൻറ്റിമീറ്ററുമാണ്. നമുക്ക് ചോദ്യം അവയ്ക്കിടയിലുള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണം, അതായത് രണ്ട് വൃത്തങ്ങൾക്കും ഇടയിൽ പറഞ്ഞാൽ ഒരു വൃത്തം ഇതാണ്, മറ്റേ വൃത്തം ഇതാണ്. അപ്പോൾ ഈ രണ്ട് വൃത്തത്തിൻ്റെ ഇടയിലുള്ള സ്ഥലം പറഞ്ഞാൽ ഈ ഭാഗമാണ് നമുക്ക് അതിൻ്റെ വിസ്തീർണ്ണമാണ് കാണേണ്ടത്. അതിൻ്റെ വിസ്തീർണ്ണം കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? വലിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കാണുക, ചെറിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കാണുക. എന്നിട്ട് വലിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണത്തിൽ നിന്ന് ചെറിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കുറച്ചാൽ അവയ്ക്കിടയിലുള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണ്ണം കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം സൂത്രവാക്യം എന്താ? πr² ആണ്. അപ്പോൾ ആദ്യം വലിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കാണാൻ പോവുകയാണ്. വലിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം πr². വലിയ അക്ഷരം r എഴുതുക, കാരണം വലിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണമാണ് കാണേണ്ടത്. അപ്പോൾ πr². ചെറിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം, അപ്പോൾ നമുക്ക് ചെറിയ r² എഴുതിയാൽ മതി. r എന്ന് പറഞ്ഞാൽ റേഡിയസ് അഥവാ ആരം. അപ്പോൾ വലിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം πr², ചെറിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം πr². നമ്മൾ എന്താ പറഞ്ഞത്? വലിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം ചെറിയ വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കണം, πr² കുറയ്ക്കണം, πr². ഇതിപ്പോൾ ഇതിൽ രണ്ടിലും പൈ പൊതു ഘടകമായിട്ട് നമുക്ക് എടുക്കാം. രണ്ടിലും പൈ കോമൺ ആണ്. അത് കോമൺ ഫാക്ടറായിട്ട് പൈ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ അവശേഷിക്കുന്നത്? r². പിന്നെ കുറയ്ക്കണം. ഇവിടെ എന്താണുള്ളത്? പൈ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ r² -r² എന്നുണ്ട്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പൈ ഇൻറ്റു ഈ r² -r²നെ നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് r + r ഇൻറ്റു r - r എന്നെഴുതാം. a² - b² = a + b ഇൻറ്റു a - b. അതുപോലെ r² - r², വലിയ r + ചെറിയ r ഇൻറ്റു വലിയ r - ചെറിയ r. നമുക്കിതിൽ വില കൊടുക്കാം. പൈ എത്രയാണ്? പൈൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 22/7 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടാൽ ഇൻറ്റു r + r, രണ്ട് ആരം കൂടി കൂട്ടുമ്പോൾ 4 × 6 = 10 ഇൻറ്റു r - r, ആരങ്ങൾ തമ്മിൽ കുറയ്ക്കുക. 6 4 കുറച്ച് 2. നമുക്ക് ഇത് ഗുണിക്കുമ്പോൾ 22 × 10 220 × 2 440 എന്ന് വരും. വെട്ടിച്ചുരുക്കാൻ പറ്റില്ല അതിൽ, കാരണം 7 പ്രൈം നമ്പറാണ്, 7 അഭാജ്യ സംഖ്യയാണ്, വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഗുണിക്കുമ്പോൾ 22 × 2 44 × 10 440/7. ഇത് എന്താണ്? രണ്ട് വൃത്തങ്ങളുടെയും ഇടയ്ക്കിലുള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണം. അപ്പോൾ വിസ്തീർണത്തിൻ്റെ യൂണിറ്റ് ഇതൊക്കെ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ² അഥവാ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. 440/7 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് രണ്ട് വൃത്തങ്ങളുടെയും ഇടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ വിസ്തീർണം.